കോങ്ങാൾ ശ്രീ തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിൻ്റെ 3-ാം ഭാഗം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഈ ഭാഗത്ത് ഒട്ടൻതുള്ളൽ കലാരംഗത്ത് വളർന്നു വരുന്ന ഒരു കലാകാരിയുടെ ഒട്ടൻതുള്ളൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാണുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തോന്നി മുത്തശ്ശൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എന്നോട് പറഞ്ഞു, ഇനി ഞാൻ എൻ്റെ മകനോട് പറയണം. രാജ്യഭാരം ഏൽപ്പിക്കുമ്പോഴേ അതിൻ്റെ ഒപ്പം ഒരു മന്ത്രം പിതൃക്കൾക്ക് ഗതി കൊടുക്കണം കേട്ടോ, ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരണം കേട്ടോ. ഒരു 4-5 തലമുറകളെ കഴിഞ്ഞാൽ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവില്ല. ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരിക, ഇതെന്താണ്, എന്തിനാണ് ഒന്നും മനസ്സിലാവില്ല. ഇതൊരു അർത്ഥമില്ലാത്ത വാചകം മാത്രമായി തീരും, ഭാവമൊക്കെ നഷ്ടപ്പെടും. അപ്പം നമ്മളൊക്കെ ഇല്ലേ എന്തൊക്കെ മന്ത്രം ജപിക്കണമില്ലേ, അർത്ഥം വല്ലവരും ചിന്തിക്കാറുണ്ടോ? ഇല്ല. നമ്മളിപ്പോൾ 2 ദിവസം മുമ്പ് പറഞ്ഞാണ് ഭൂതനാഥ സദാനന്ദ സർവഭൂത ദയാപര എന്നിങ്ങനെ ചെല്ലാന്നല്ലാതെ എന്താ ഇപ്പം ഇതിൻ്റെ അർത്ഥം, എന്താ അതിൻ്റെ ഭാവം, ആര് ചിന്തിക്കണം? മന്ത്രങ്ങൾക്ക് അർത്ഥമൊന്നുമില്ല, അങ്ങനെ വെച്ചിരിക്കണം. പണ്ട് ഈ നമ്പൂരാരുടെ ഇടയിലത്തെ തമാശകളുടെ ഇടയിൽ പറയാറുണ്ട്, ഈ വേദം പഠിക്കുന്നതായിട്ടുള്ള ഒരു ഉണ്ണി ഓദിക്കനോട് ചോദിച്ചു അത്രേ, എന്താ ഓത്തിൻ്റെ അർത്ഥം? ഓത്തിന് അർത്ഥം പോത്തെ അങ്ങോട്ട് അടിയത്രേ. ഓത്തിന് അർത്ഥം ചോദിക്കാൻ തന്നെ പാടില്ല എന്നാണ്. ഈ തലമുറകൾ ഇങ്ങനെ കഴിഞ്ഞു വരുമ്പോഴേ ഇതിനൊക്കെ എന്തെങ്കിലും അർത്ഥം ഉണ്ടെന്ന് പോലും ഉണ്ടാവില്ല. വെറുതെ യാന്ത്രികമായി ഉച്ചരിക്കുന്ന ശബ്ദം മാത്രമായി തീരും ഇതൊക്കെ. അപ്പോൾ മുത്തശ്ശന് അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എന്നോട് പറഞ്ഞു, എനിക്ക് കഷ്ടിച്ചത് മനസ്സിലാവും, എൻ്റെ മക്കളോട് പറയുമ്പോഴേക്കും അവർക്ക് അതിൻ്റെ സീരിയസ്നെസ് ഇല്ലാണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്യണം, ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരണം. മുത്തശ്ശന് പറ്റിയില്ല, അച്ഛന് പറ്റിയില്ല, എനിക്കും പറ്റില്ല, പക്ഷേ അത് ചെയ്യണം. നമ്മളെ കൊണ്ട് പറ്റില്ല, പക്ഷെ ഭഗവാൻ കരുതിയാൽ അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. ഭഗീരഥൻ അതിനു വേണ്ടി തപസ് ചെയ്ത് പിന്നെ ഗംഗാദേവിയെ തപസ് ചെയ്ത് ഭൂമിയിലേക്ക് വരാമെന്ന് സമ്മതിപ്പിച്ചു. തൻ്റെ ഭാരത്തെ തടഞ്ഞു നിർത്താൻ, വേഗത്തെ തടഞ്ഞു നിർത്താൻ ആരെങ്കിലും ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാവട്ടോ എന്ന് ഗംഗ പറയണേ. മഹാദേവനെ തപസ് ചെയ്ത് അതിന് തയ്യാറാക്കി നിർത്തി. ഗംഗയെ താഴേക്ക് ആവാഹിച്ചു. മഹാദേവന്റെ ജടാമുടിയിൽ വീണിട്ട് ഒരു തുള്ളി പോലും പുറത്തേക്ക് പോകാണ്ടായില്ല ഗംഗ. മഹാദേവൻ പോയപ്പോൾ വീണ്ടും പിന്നാലെ ചെന്ന് അദ്ദേഹത്തെ പ്രസാദിപ്പിച്ചു. അങ്ങനെ കെട്ടിവെച്ച മുടി അഴിച്ചു കൊടുത്തില്ല, അതിൽ നിന്നൊരു അളകം മാത്രം മാറ്റിയിട്ട് കൊടുത്തപ്പോൾ നിയന്ത്രിതമായിട്ടുള്ള വേഗത്തിലാണ് ഗംഗ പുറത്തു വരുന്നത്. അങ്ങനെയാണ് അളകനന്ദ ആയി മാറുന്നത്. ഭഗീരഥന്റെ പിന്നാലെ വന്നതുകൊണ്ട് ഭാഗീരഥി, ജന്മമഹർഷിയുടെ മുഖത്തു കൂടെ ക്രമേണ പുറത്തു വന്നതുകൊണ്ട് ജാഹ്നവി ഒക്കെയായി അവസാനം സകരപുത്രന്മാരുടെ ദേഹഭസ്മത്തിലൂടെ ഒഴുകി അവിടെ തളം കെട്ടിയപ്പോൾ സാഗരം എന്നുകൂടി ആയിത്തീർന്നു. അങ്ങനെ ഗംഗ ഭൂമിയിലേക്ക് എത്തിയ കഥ. അതിനുശേഷം ഋതുപർണോ എന്നുള്ള സഖ, നമ്മൾ നളചരിതത്തിലെ ചെറിയൊരു കഥാപാത്രം മാത്രമായിട്ട് കണ്ട ഒരാളാണ് ഋതുപർണൻ. അദ്ദേഹം ഈ വംശത്തിലാണ്. അത് പറയുന്നുണ്ട്, എന്നൊരു രാജാവ് കൽമാഷാങ്ക്രിയായി മാറി 12 കൊല്ലം പിശാചായിട്ട് നടന്നു. ഒരു ബ്രാഹ്മണനെ അദ്ദേഹത്തിൻ്റെ പത്നിയുടെ മുമ്പിൽ വെച്ചിട്ട് പച്ചയ്ക്ക് തിന്നു. ആ ഭാര്യയുടെ ശാപമുണ്ടായി, നീയും കാമത്തോടുകൂടി പത്നിയെ സ്മരിക്കുന്ന നിമിഷം മരിച്ചു പോട്ടേന്ന്. പിന്നീട് ശാപകാലം കഴിഞ്ഞ് തിരിച്ചു വന്നെങ്കിലും ഒരിക്കൽ പോലും മനസ്സുകൊണ്ട് ഒരു സ്ത്രീയെ സ്മരിക്കുക പോലും ചെയ്യാതെ അദ്ദേഹം ലോകത്തെ ഭരിച്ചു. നമ്മളൊക്കെ സാധാരണ ബ്രഹ്മചര്യം എന്ന് പറയാറുള്ളത് ശരീരം കൊണ്ട് കൂട്ടിത്തൊട്ടിട്ടില്ല, മനസ്സുകൊണ്ട് സങ്കല്പിക്കാണ്ട്. അങ്ങനെയൊക്കെ പറ്റുമോ? വിഷമം തന്നെയാണല്ലേ. ആലോചിച്ച് നോക്കൂ, പറ്റൂല്ലോ എന്ന് ആലോചിച്ച് നോക്കൂ. ശരീരം കൊണ്ട് പരസ്പരം സ്പർശിക്കാതെ നടക്കുന്നതിന് സമ്മതിച്ചു. മനസ്സുകൊണ്ട് ഒരിക്കൽ പോലും ഒരു സ്ത്രീക്ക് പുരുഷനെ കുറിച്ചോ പുരുഷന് സ്ത്രീയെക്കുറിച്ചോ സങ്കല്പം പോലും വന്നിട്ടില്ലെങ്കിലോ. അങ്ങനെ 1000 കൊല്ലം രാജ്യം ഭരിച്ച ആളായിരുന്നു ഈ സൗദാസൻ. പിന്നെ അദ്ദേഹത്തിൻ്റെ പുത്രൻ ആയിട്ട് അദ്ദേഹത്തിൻ്റെ പത്നിക്ക് ഗർഭദാനം ചെയ്തു കൊടുത്തത് വസിഷ്ഠ മഹർഷിയാണ്. അതിൽ നിന്നാണ് മൂലകൻ അഥവാ അംശകൻ ഉണ്ടാവുന്നത്, അശ്മകൻ ഉണ്ടാവുന്നത്.
ആ അശ്മകന്റെ വംശത്തിലാണ് പിന്നെ ഖട്വാങ്കൻ എന്ന് പറയുന്ന ഒരു ചക്രവർത്തി ഉണ്ടായത്. മുഹൂർത്ത നേരം കൊണ്ട് ഭഗവാങ്കിലേക്ക് എത്തിച്ചേർന്നതാണ്. ആ ഖട്വാങ്കന്റെ വംശം പിന്നെ പറയുമ്പോഴാണ് ഖട്വാങ്കൽ ദീർഘബാഹു. ഖട്വാങ്കന്റെ മകനായിട്ട് ദീർഘബാഹു ഉണ്ടായി, അദ്ദേഹത്തിന്റെ മകനായിട്ട് രഘു ഉണ്ടായി. അപ്പോഴാണ് ആ വംശത്തിനെ രഘുവംശം എന്ന് പറയാനായിട്ട് ആരംഭിച്ചത്. അതിൽ ദിലീപൻ, അജൻ, പിന്നെ ദശരഥൻ, ദശരഥന്റെ മകനായിട്ട് ശ്രീരാമചന്ദ്രനായിട്ട് ഭഗവാൻ തന്നെ അവതരിച്ചു. രാമലക്ഷ്മണ ഭരത ശത്രുഘ്ന ഇത് സംജ്ഞയ എന്ന് പറഞ്ഞ് ആ രാമായണം കഥ 1.5 അധ്യായത്തിൽ വർണ്ണിച്ചു കേൾപ്പിച്ചു. നമ്മൾ പറയുന്ന രാമായണം മാത്രമല്ല, ഉത്തര രാമായണം കൂടി 1.5 അധ്യായത്തിൽ പറഞ്ഞു കേൾപ്പിച്ചു. ചുരുക്കി പറയാം, അത്രയും ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഭാഗവത സപ്താഹത്തില് കൃഷ്ണന്റെ കഥ പറയണം, അതിനാണ് പ്രാധാന്യം. രാമായണം ചുരുക്കി പറഞ്ഞാൽ മതി. അതുകൊണ്ടാണ് നമുക്ക് എന്ത് സൗകര്യ, ശ്രീശുഖൻ തന്നെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമുക്ക് പറയേണ്ടത് പോയാലും കുഴപ്പമില്ല. ഗുരുവർത്ഥേ ത്യക്തരാജ്യോ വ്യചരനുവനം പത്മപദ്ഭ്യാം പ്രിയായ പാണിസ്പർശാക്ഷമാഭ്യാം മൃജിത പഥരുജോയോ ഹരീന്ദ്രാനുജാഭ്യാം വൈരൂപ്യാ ചൂർപ്പണഖ്യാഹ പ്രിയവിരഹരുഷ ആരോപിത ഭ്രുവിജൃംഭ ത്രസ്താബ്ധി ബദ്ധസേതു ഖലദവദഹന കോസലേന്ദ്രോ അവതാമ. ഗുരുവർത്ഥേ ത്യക്തരാജ്യ, അച്ഛൻ്റെ വാക്ക് സത്യമാക്കി തീർക്കാൻ വേണ്ടി രാജ്യം വിട്ടിറങ്ങി എന്ന് തുടങ്ങിയിട്ട് കോസലേന്ദ്രോ അവതാമ, വീണ്ടും കോസലേന്ദ്രനായി അഭിഷേകം ചെയ്യപ്പെട്ട ആ പട്ടാഭിരാമൻ എന്ന് വരേക്കും പറഞ്ഞുകൊണ്ടാണ് നമസ്കരിക്കണം. രാമായണ കഥ മുഴുവൻ ഈ ഒരു ശ്ലോകത്തിൽ ഒതുക്കുന്നുണ്ട്. ബാലഖണ്ഡില്ല, അയോധ്യാഖണ്ഡം തൊട്ട് അങ്ങനെയുള്ളതൊക്കെ ആ ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അതിൽ രാമായണത്തിൽ ഏറ്റവും മുഖ്യം എന്താണ്, രാമചരിതത്തിൽ ഏറ്റവും മുഖ്യം എന്താണ് എന്ന് ചോദിച്ചാൽ ഈ ത്യാഗമാണ്. ഗുരുവർത്ഥേ ത്യക്തരാജ്യ, ത്യാഗം. ഈശ്വരനല്ലേ, എങ്ങനെ വേണമെങ്കിൽ ഇരുന്നൂടെ സുഖമായിട്ട്. പക്ഷേ രാമനോളം സ്വയം ദുഃഖങ്ങളെ അനുഭവിക്കാൻ തയ്യാറായ മറ്റൊരാളെ കാണില്ല. നല്ലോണം അറിയാം രാമൻ. നമ്മളൊക്കെ രാമായണം വായിച്ചിട്ടുള്ളവരല്ലേ? എന്തായാലും കർക്കിടമാസത്തിൽ വായിച്ചിട്ടുണ്ടാവും, മറന്നിട്ടൊന്നും ഉണ്ടാവില്ല. രാമൻ അറിയാതെ ഒന്നും സംഭവിക്കില്ല. നാളെ മാരീചൻ വരും, പിന്നാലെ രാവണൻ വരും സീതയെ കൊണ്ടുപോകാൻ. അതുകൊണ്ട് സീതയെ ഞാൻ അഗ്നിയുടെ കയ്യിൽ ഏൽപ്പിക്കട്ടെ, എന്നിട്ട് ഒരു ഛായാസീത ഇവിടെ കൊണ്ടുവന്നിരുത്താം. രാമന് കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഇല്ലേ? അത് കഴിഞ്ഞ് മാരീചൻ വന്നിട്ട് അതിൻ്റെ പിന്നാലെ പോടും. താൻ ഇവിടുന്ന് പോയാലേ രാവണന് വരാൻ പറ്റുള്ളൂ, കൊണ്ടുപോകാൻ പറ്റുള്ളൂ, പോയേക്കാം. ഒക്കെ രാമനറിയാം. അവിടെ ചെന്ന് മാരീചനെ എഴുതി കൊന്നപ്പോൾ അത് അവിടെ കിടന്നിട്ട് ലക്ഷ്മണ സീത ഏതൊക്കെ പറഞ്ഞിട്ട് മരിച്ചു. ഇപ്പൊ വരും ലക്ഷ്മണൻ. അയാൾ പോകുന്നില്ലെങ്കിലോ? ലക്ഷ്മണൻ പോന്നാലേ സീതയെ രാവണന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ലക്ഷ്മണൻ എങ്ങാനും പോകുന്നില്ലെങ്കിലോ? എൻ്റെ സീത ചീത്ത പറഞ്ഞ് ഓടിച്ചോളാം അവിടുന്ന്. രാമന് കൃത്യമുള്ള പ്ലാനിങ് ഉണ്ട്. സീത ലക്ഷ്മണനെ അവിടെ നിൽക്കാൻ സമ്മതിക്കില്ല. അതിനെന്തും പറയും. അയ്യോ, ആ സമയത്ത് സീത പറഞ്ഞ വാക്കൊക്കെ കേട്ടാൽ നമുക്ക് സങ്കടവും. സീതാദേവി ഇവിടെ നാവുന്ന ഇങ്ങനെയൊക്കെ വരുമോ? ലക്ഷ്മണനെ കൂട്ടിക്കണം. സീത പറയണത് എന്തിനാന്ന് ലക്ഷ്മണന് മനസ്സിലാവില്ല. എന്തായാലും ഒരു വട്ടമൊക്കെ വരച്ചിട്ട് ലക്ഷ്മണൻ അവിടുന്ന് പോന്നു. ആ സമയത്ത് മാരീചനെ വധിച്ചിട്ട് രാമൻ തിരിച്ചിങ്ങോട്ട് വരിക. അപ്പൊ രാമൻ്റെ ഉള്ളൊരു ചിന്തയുണ്ട്. അധ്യാത്മരാമായണം വായിച്ചാൽ നമുക്ക് നല്ലോണം മനസ്സിലാവും. അപ്പൊ ലക്ഷ്മണൻ അവിടുന്ന് പോകുന്നുണ്ടാവും. അവിടെ ഇപ്പൊ സീതയെ രാവണൻ കൊണ്ടുപോയിണ്ടാവും. സത്യം ഞാൻ ലക്ഷ്മണനോട് പറയണോ? വേണ്ട, ലക്ഷ്മണൻ അറിയണ്ട. രാമന്റെ ചിന്ത അധ്യാത്മരാമായണത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇല്ലേ? നോക്കൂ, ലക്ഷ്മണനെ പോലും പറ്റിക്കുക, അവിടുന്ന് സീതയും പറ്റിക്കുക, അവിടുന്ന് രാമനും പറ്റിക്കുക. ഇങ്ങനൊരു പാവമുണ്ടോ ലക്ഷ്മണനെ പോലെ? എല്ലാം നേരത്തെ അറിയുന്നയാളാണ് രാമൻ. എന്നിട്ടും നമ്മളൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യുക?
എന്താ വരാനിരിക്കണത് എന്ന് തലേ ദിവസമെങ്കിലും നമുക്ക് മനസ്സിലായാൽ നമ്മളതൊന്ന് മാറ്റാൻ ചെയ്തു നോക്കില്ലേ? അല്ലേ? നാളെ ഒരാപത്ത് വരാനുണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളത് വരാതിരിക്കാനുള്ള വഴി നോക്കില്ലേ? എന്നാൽ ഇത്രയൊക്കെ അറിഞ്ഞിട്ട് രാമൻ അത് മാറ്റല്ല ചെയ്യണത്, അത് അങ്ങനെ ആവാനുള്ള സാഹചര്യം ഉണ്ടാക്കുക ചെയ്യണം. അറിഞ്ഞുകൊണ്ട് ഈശ്വരനാണ്, എങ്ങനെ വേണമെങ്കിൽ മാറ്റിമറിക്കാൻ കഴിവുണ്ട്, എന്നിട്ടും സ്വയം ലോകത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി സ്വയം ദുഃഖങ്ങൾ അനുഭവിക്കാൻ തയ്യാറായ ആളാണ് രാമൻ. അതാണ് ത്യാഗം. അപ്പം നമ്മളൊക്കെ നിവൃത്തികേട് കൊണ്ട് പലതും വിട്ടുകളയുന്നവരാണ്. ഇപ്പോൾ പഠിപ്പൊക്കെ കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, എൻ്റെയൊക്കെ കുട്ടിക്കാലത്തെ ഡിഗ്രി കഴിഞ്ഞു. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ജോലിക്ക് വേണ്ടിയിട്ട് ബോംബെക്ക് പോയി. അന്നൊക്കെ അങ്ങനെയാണ്, പഠിപ്പ് കഴിഞ്ഞാൽ ബോംബെക്ക് പോവാം. അപ്പം ഞാൻ നാട് വിട്ടു വന്നതാണ്, വലിയ ത്യാഗമാണ് ചെയ്തത്. പക്ഷെ അത് ത്യാഗമാണോ? രാമൻ അയോധ്യ വിട്ടു പോയതുപോലെയാണോ ഞാൻ ഇവിടെ വിട്ടിട്ട് ബോംബെക്ക് പോണത്? അല്ല. രാമനോട് അവിടുന്ന് പോവാൻ ഒരാളും പറയില്ല. രാമൻ അവിടെ തന്നെ നിൽക്കണം എന്നാണ് അയോധ്യാവാസികൾ മുഴുവൻ പറയണേ, അല്ലേ? ദശരഥൻ പറഞ്ഞിട്ടുണ്ടോ രാമനോട് നീ കാട്ടിലേക്ക് പോണെന്ന്? ഇല്ല. അമ്മ കൗസല്യ എന്താ രാമനോട് പറഞ്ഞത്? അച്ഛൻ്റെ വരം അങ്ങനെ ആയിക്കോട്ടെ, ഭരതൻ രാജ്യം ഭരിച്ചോട്ടെ. അമ്മ പറയണു നീ ഇവിടെ തന്നെ ഇരുന്നാൽ മതി. രാമൻ അവിടെ തന്നെ വേണം. അയോധ്യാവാസികൾ പിന്നാലെ കരഞ്ഞുകൊണ്ട് വരികയാണ്. ലോകം മുഴുവൻ നമുക്ക് അനുകൂലമായി എല്ലാ സുഖങ്ങളും തരാൻ തയ്യാറായി ഒപ്പം നിൽക്കുമ്പോൾ അതൊക്കെ വേണ്ടെന്ന് വെച്ച് ഇറങ്ങിപ്പോവില്ല. അതാണ് ത്യാഗം. നമുക്കെല്ലാം അനുഭവിക്കാൻ സാഹചര്യം ഉണ്ടായിരിക്കെ അത് വേണ്ടെന്ന് വെച്ച് ഇറങ്ങലാണ് ത്യാഗം. അല്ലാതെ നമുക്ക് കിട്ടില്ല, കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നും പറഞ്ഞിട്ട് പോവലല്ല ത്യാഗം. രാമായണം മുഴുവൻ ഈ ത്യാഗമാണ്. ഇപ്പോൾ ചിത്രകൂടത്തിൽ ഭരതനും കൂട്ടരും വന്നിട്ട് പറയുകയാണ്, ദശരഥൻ മരിച്ചു, ഇനി രാമൻ വേണം രാജ്യം ഭരിക്കാനായിട്ട്, എൻ്റെ കൂടെ വരണം. അച്ഛൻ്റെ വാക്ക് സത്യമാക്കേണ്ടത് നമ്മുടെ ചുമതലയല്ലേ? അച്ഛൻ ജീവിച്ചിരിക്കണ്ടെങ്കിലും മരിച്ചു വെച്ചാലും നമ്മൾ മക്കളാണ്, അത് മറക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഭരതനെ രാജ്യം ഭരിക്കാമെന്ന കാര്യത്തിൽ സമ്മതിപ്പിച്ച് തനിക്ക് വേണ്ടി ഭരിക്കാം. ഒരു പ്രസാദമായിട്ട് രാമൻ കൊടുത്തയക്കുന്നത് തൻ്റെ ചെരുപ്പാണ്, പാതുകകൾ, മെതിയടിയാണ്. അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി നടക്കേണ്ടത് ദണ്ഡകാരണ്യത്തിലേക്കാണ്. മുഴുവൻ കല്ലുമുള്ള രാമൻ അറിയാം. ഇനി അങ്ങോട്ട് വലിയ മൂർത്ത കല്ലും മുള്ളുടെ മണ്ണിലൂടെയാണ് നടക്കേണ്ടത്. ആ സമയത്ത് ചെരുപ്പ് കൊടുക്കുക, വല്ലൊരു തോർത്ത് കിടക്കണ തോർത്തുകൊണ്ട് എടുത്ത് കൊടുത്താൽ പോലെ ഭരതൻ്റെ കയ്യിൽ ഭരത അത് കൊണ്ടുപോയിട്ട് സിംഹാസനത്തിൽ വെച്ച് ഭരിച്ചോ? ഭരതൻ പൊക്കോളില്ലേ? അല്ലെങ്കിൽ പുഴവക്കത്ത് ഒരു കല്ലെടുത്ത് കൊടുക്കാം, ഭരത ഇത് ഞാനാണ്, അത് കൊണ്ടുവച്ച് ഭരിക്കും. ഭരതന് ഒരു വ്യത്യാസവും വരാനില്ല. രാമൻ എന്തു കൊടുത്താലും അതിൽ രാമനെ കണ്ടുകൊണ്ട് ഭരതൻ ഭരിക്കും. തൻ്റെ പാതുകകളെ തന്നെ രാമൻ കൊടുത്തത് എന്തിനാണ്? ആ ദണ്ഡകാരണ്യത്തിലൂടെ തൻ്റെ നിർമ്മലമായ പാദങ്ങളെ കൊണ്ട് നടക്കുമ്പോൾ അവിടെ കല്ലും മുള്ളുമായി മറ്റുള്ളവർക്ക് വേദനയായി ഏതോ കാരണം കൊണ്ട് കിടക്കുന്ന ചില ശപിക്കപ്പെട്ട ജന്മങ്ങളുണ്ട്. പണ്ട് ഒരു അഹല്യ ശപിക്കപ്പെട്ട കല്ലായില്ലേ? അതുപോലെ ശബ്ദമായ ഒരുപാട് ജന്മങ്ങൾ മറ്റുള്ളവരുടെ വഴിയിൽ വേദന കൊടുത്തുകൊണ്ട് കിടക്കുന്നുണ്ട്. തൻ്റെ പാദസ്പർശം കൊണ്ട് അവർക്കൊക്കെ ശാപമോക്ഷം കൊടുക്കണം. ഇനി അവരാരെയും വേദനിപ്പിക്കാത്തവരാവണം. അതിന് എല്ലാ വേദനകളെയും തൻ്റെ പാദത്തിലേക്ക് ഏറ്റുവാങ്ങാൻ അറിഞ്ഞും കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാ വേദനകളും സ്വയം ഏറ്റുവാങ്ങാൻ രാമൻ തയ്യാറായി. അതാണ് ത്യാഗം. ആ ചെരുപ്പ് അഴിച്ചു കൊടുത്തു എന്നുള്ളതാണ് ത്യാഗം. ആരും നിർബന്ധിച്ചിട്ടല്ല, കാരുണ്യം കൊണ്ട് ചെയ്യുന്ന ആ ത്യാഗം. ഇതാണ് എപ്പോഴും രാമനെ മഹിമയുള്ളതാക്കി തീർക്കുന്നത്. രാമായണം പറഞ്ഞ് കഴിയുമ്പോൾ
അവിടുന്ന് സരയൂ നദിയിലേക്ക് ഇറങ്ങി വൈകുണ്ഠത്തിലേക്ക് പോയി. പിന്നാലെ വന്ന കോസലവാസികളെയും ദ്വാരകന്മാരെയൊക്കെ കൊണ്ടുപോയി. അത് പറയുമ്പോൾ ഭാഗവതത്തിലെ ശ്രീശുഖ ബ്രഹ്മർഷി പറയണു, സ്മരതാം ഹൃദി വിന്യസ്യ വിദ്ധം ദണ്ഡക കണ്ടകൈഹി സ്വപാദവല്ലഭം രാമ ആത്മജ്യോതിരഗാത്തത. തന്നെ സ്മരിക്കുന്നവരുടെ ഹൃദയത്തിൽ ദണ്ഡകാരണ്യത്തിലെ മുള്ളുകൾ തട്ടി മുറിഞ്ഞ തൻ്റെ പാദപല്ലവത്തെ സ്ഥാപിച്ചു കൊടുത്തിട്ടാണ് രാമൻ സ്വയം തിരിച്ചു പോയത്. രാമൻ്റെ ഈ ത്യാഗമാണ് രാമപാദം ഹൃദയത്തിൽ ഓർക്കുമ്പോൾ എപ്പോഴും ഉണ്ടാവേണ്ടത്. നാവിൽ രാമനാമം ഉണ്ടാവുക, ഹൃദയത്തിൽ രാമപാദം ഉണ്ടാവുക. രാമൻ എത്രത്തോളം ഈ ലോകത്ത് ഓരോന്നിനെയും സ്നേഹിച്ചു, അവയ്ക്ക് വേണ്ടി സ്വയം എന്തെല്ലാം ത്യാഗം ചെയ്യാൻ തയ്യാറായി, അനുഭവിക്കാൻ തയ്യാറായി. അതിൻ്റെ ഒരണുവെങ്കിലും നമ്മൾ ചെയ്താൽ നമ്മളൊരു നല്ല മനുഷ്യനായി. ഈശ്വരനിലേക്ക് എത്തേണ്ട കാര്യമില്ല, യോഗമാർഗം എന്നൊക്കെ പറഞ്ഞിട്ട് ഈശ്വരങ്കലേക്ക് എത്തേണ്ട കാര്യമല്ലേ പറയണത്. ഈശ്വരനാവണതിന് മുമ്പ് ആദ്യം ഒരു നല്ല മനുഷ്യനാവണ്ടേ. ഇപ്പൊ ഒരു കൂട്ടം ജന്തുക്കളുടെ പോലെയാണ് നമ്മുടെയൊക്കെ നടപ്പേ. ആദ്യം ഒരു മനുഷ്യനാവണ്ടേ, എന്നിട്ട് വേണ്ട ഈശ്വരൻ്റെ അടുത്തേക്ക്. ഒരു മനുഷ്യനാകണമെങ്കിൽ അതിന് ഈ രാമനെ കണ്ടു പഠിക്കണം. രാമൻ മറ്റുള്ളവർക്ക് വേണ്ടി എത്ര സ്വയം ദുഃഖിക്കാൻ തയ്യാറായി, അതുപോലൊരു ഇത്തിരിയെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ, ചിലതൊക്കെ ഒന്ന് സഹിക്കാൻ, ചിലതൊക്കെ ഒന്ന് ത്യജിക്കാൻ നമുക്ക് സാധിക്കുമോ? എങ്കിലാണ് നമ്മൾ മനുഷ്യനാവുക. എല്ലാം അങ്ങനെ എനിക്ക് 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 എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പിടിച്ചു വെക്കണതിലല്ല മനുഷ്യത്വം. നമുക്കുള്ളത് പോലും മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്നതിലാണ് മനുഷ്യത്വം. ജയിക്കുന്നതിലല്ല ജയം, തോൽവിയിലാണ് ശരിയായ ജയം. വിട്ടുകൊടുക്കുക നമ്മളൊക്കെ പലപ്പോഴും പതിവുണ്ട്, പക്ഷെ മറ്റു പലപ്പോഴും നമുക്കത് പറ്റാറില്ല, അല്ലേ? ചിലപ്പോഴൊക്കെ നമുക്ക് പറ്റാറുണ്ട്. കുട്ടികളുടെ മുമ്പിൽ തോൽക്കാൻ പറ്റാറുണ്ട്, ഭാര്യയുടെ മുമ്പിൽ, ഭർത്താവിൻ്റെ മുമ്പിൽ, നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്നവരുടെ മുമ്പിൽ ആ സ്നേഹത്തിന് ഒരു ഭംഗം വരണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ തോൽക്കാൻ തയ്യാറാവാറുണ്ട്. അവർ പറയണതല്ല നമ്മൾ പറയണത് ശരി, നമുക്ക് അതിനോട് അറിയാം, എന്നാലും ചിലപ്പോൾ വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറാവാറുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ നമുക്കതറിയാം. ഇതെല്ലായിടത്തും ചെയ്യാൻ പറ്റുമോ? സ്നേഹത്തിനാണ് പ്രാധാന്യം, അവരെ വേദനിപ്പിക്കരുത്, അതിനാണ് പ്രാധാന്യം. നമ്മുടെ ജീവിതം അങ്ങോട്ട് സമർപ്പിക്കാൻ സാധിക്കുമോ? ഇതാണ് രാമൻ നമ്മളെ പഠിപ്പിക്കണം, രാമപാദങ്ങൾ നമ്മളെ പഠിപ്പിക്കണം. സപ്താഹവേദിയിൽ ഒരു ഓട്ടംതുള്ളൽ നമുക്ക് കാണാം. അവതരിപ്പിക്കുന്നത് കീർത്തി കൃഷ്ണപ്രസാദ് നഗരിപ്പുറം. കേരളശ്ശേരി ഒടുവിൽ ഫൗണ്ടേഷനിൽ മുണ്ടൂർ ശൈലജ ടീച്ചറുടെ ശിക്ഷണത്തിൽ ഓട്ടംതുള്ളൽ പഠിച്ചു വരുന്നു. 2023 തടുക്കശ്ശേരി നാഗംകുളങ്ങര ക്ഷേത്രത്തിൽ അരങ്ങേറ്റം നടന്നു. പാട്ട് ശ്രീമതി മുണ്ടൂർ ശൈലജ, ശ്രീ അനിൽ കുഞ്ചൻ സ്മാരകം. മൃദംഗം ശ്രീ വെള്ളിനേഴി മധു. കോങ്ങാട് കുമാരൻ ആശാൻ്റെ ശിഷ്യനാണ് ശ്രീ അനിൽ. കോങ്ങാട് കുമാരൻ ആശാൻ്റെ മക്കളാണ് ശൈലജ, മധു എന്നിവർ. കഥ രാമാനുചരിതം നാരദ പരീക്ഷ. മുൻപിൽ ശ്രീ പാർവതിക്കും ശിവനുമിക പിറന്നോരു ഓമലുണ്ണി ഗണേശ. വൻപിച്ചുള്ളൊരു വിഘ്നം വിരവിനോടഖിലം തീർത്തു രക്ഷിച്ചുകൊള്ളുവാൻ വൻപേരും തമ്പുരാനെ തവ പദകമലം സന്തതം കൈതൊഴുന്നേ.
ഗണനായകനും വാണിയുമണിയനും ഗണനായകനും വാണിയുമണിയനും തുണയകനമൊരു കഥയുരചിനാൻ തുണയകനമൊരു കഥയുരചിനാൻ പണിയുന്നേ ഗുരുവരരെയുമതിനൊരു പണിയുന്നേ ഗുരുവരരെയുമതിനൊരു ഗുണഗണമേറി വരേണമതേനാൻ ഗുണഗണമേറി കൊണ്ടൽ നേർനിറ മുടയവനേ വരേ മുടയവനേ വടി പണ്ടുപോലിരുൾ കുറുനിരയോ നല്ല പണ്ടുപോലിരുൾ കുറുനിരയും നല്ല കണ്ടകാനന മതിൽ വിളയാടിന കണ്ടകാനനം അതിൽ വിളയാടിന പണ്ടു പാണ്ഡവ രഥമതിലേറി പണ്ടു പാണ്ഡവ രഥമതിലേറി കൊണ്ടുപോകല പാരമൊഴിപ്പാൻ കൊണ്ടുപോതല ഭാരമൊഴിപ്പാൻ നിശാഖ്യതി പതിയായുള്ള ദിശാഖ്യതിപതിയായുള്ള വൈകുണ്ഠനാഥനേ വൈകുണ്ഠനാഥനേ സങ്കടങ്ങളെ പറയണ മനുഷ്യൻ സങ്കടങ്ങളെ കളയണ മനുഷ്യോ സംഘടിക്കണം അതിസുഖമോ മമ ഘടിക്കണോ അതിസുഖവും മമ പങ്കജേക്ഷണ ഗുരുവായൂരമരോ പങ്കദേശന ഗുരുവായൂരമരോ ഹരനേ മുരഹരനേ പരിപാഹിമാ ഹരനേ മുരഹരനേ പരിപാടിമാ ഗുരുചരണ ഗുരുചരണ അംബുജ യുഗമുദ വണങ്ങി വണങ്ങി പരിചോടു നല്ലൊരു കഥ പറവാൻ പരിശതീയ നിതാ വന്നിക്കു കാരണപൂരുഷനാകിയ ഭഗവാൻ വാരിചനയനൻ വാരിധിരാമൻ കാരണപുരുഷനാകിയ ഭഗവാൻ
വാരിച്ചമയന വാരിധി വനൻ ധാരാവതിപുരി തന്നിട്ടുതാരും ധാരാവതിപുരി തന്നിലുതാരൻ ധാരങ്ങളുടെ സമൂഹത്തോ സ്ത്രീകളെ അവരുടെ പുരുഷൻ താൻ മുഖിമാരോട് കൂടി രഹിപ്പാൻ താനൊരുവൻ പുനഃ താനൊരുവൻ പുനരറിയുടെ കൗശലമറിയേണം പ്രതിദിനമോരോ നാരികളോടവ സുഖമനുഭവം എന്നു വരുമ്പോൾ ഈ തലമുടിയൊക്കെ നരച്ചു വെളുത്തും മുളയില തൂങ്ങിയുലഞ്ഞു ചില പല്ലിങ്ങു വിളക്കം വരുമൊരു ചില പല്ലിങ്ങു വിളക്കം വരുമൊരു അപ്പോൾ ആയവ പെറ്റതുമെന്നാൽ പുനഃ അവളും പെറ്റു തുടങ്ങിയും അതിങ്ങനെ മകനും മകനും മരുമകൾ മകനും പല പല പിങ്ങനെ സുഖമില്ലെന്നും വന്നു ഭരിക്കും മകനും വളരെ സ്ത്രീകളെ കേളിക്കും സുഖമില്ലേ സ്ത്രീകളെ ലാളിക്കുന്നതും എങ്ങനെ
എന്നു പതുക്കെ ഒളിച്ചൊരുതിക്ക് നിന്നുടെ നിന്നു വിശേഷമറിഞ്ഞ് നിന്നുടെ നിന്നു വിശേഷമറിഞ്ഞ് ഇന്നു നമുക്ക് കളിച്ചിടേണം. നിന്നുടെ നിന്നു വിശേഷമറിഞ്ഞ് ഇന്നു നമുക്ക് കളിച്ചിടണം. ഇത്തം നാരദ മാമുനി തന്നുടേ ചിത്തം തന്നിൽ വിചാരിച്ചോട്ടു പുത്തൻ പണി മാളിക മുകളേറി പുരുഷോത്തമനുടെ ശയനഗരത്തിൽ ജാലകവാതിൽ പഴുതിൽ കൂടി ജാലകവാതിൽ പഴുതിൽ കൂടെ ജാലയൊളിച്ചത നോക്കും നേരം ഉത്തമ പുരുഷൻ നെറ്റിലയുണ്ട് ഉത്തമ പുരുഷൻ നെറ്റിലയുണ്ട് ഉത്തമ കാമിനി മണിയോടുകൂടി മെത്തകരേറി മനോബലീലകം മെത്തകരേറി മനോബലീലകം ചിത്തസുഖേന കഴിപ്പതു കണ്ടു ഇന്നു മുലാന്തകരിവളോടുകൂടി ഇന്നു മുലാന്തകരിവളോടുകൂടി ചേർന്നു ശയിക്കും ദിവസമകണ്ടു എന്നതറിഞ്ഞു മുനീന്ദ്രൻ മറ്റൊരു ഇന്നതറിഞ്ഞു മുനീന്ദ്രൻ മറ്റൊരു മന്ദിരസേവനിലും നേരം അവിടത്തിൽ പുനരം ഭുജമിത്രനും അവിടത്തിൽ പുനരം ഭുജമിത്രനും അവികല സുന്ദരിയാമൊരു പെണ്ണും അവിടെ കഴിച്ചും കൊണ്ടു രസിച്ചും അവിടെ കഴിച്ചും കൊണ്ടു രസിച്ചും അവിടെ കഴിച്ചും കൊണ്ടു രസിച്ചും പകിടകളിച്ചും കൊണ്ടു രസിച്ചും വിനോദം വാങ്ങരുന്നു മറ്റൊരു ഭവനെ ചെന്നു മുനീന്ദ്രൻ മറ്റൊരു ഭവനെ ചെന്നു മുനീന്ദ്രൻ പറ്റിയൊളിച്ചത നോക്കും നേരം കറ്റക്കുളമണിയൊരുവൻ മുകുന്ദന് കറ്റക്കുളമണിയൊരുവൻ മുകുന്ദന് വെക്കനെടുത്തു കൊടുപ്പതു കണ്ടു ചതുരം കൃഷ്ണനും ഒരു സുന്ദരിയും ചതുരം കൃഷ്ണനും ഒരു സുന്ദരിയും ചതുരംഗം വയ്ക്കുന്നത് കണ്ടു വിനാധരമുനി മറ്റൊരു ഭവനെ കാണായവിടെ ഒളിച്ചതാ നോക്കി പരഭവനാം ചെന്നു മുനീന്ദ്രൻ
മുമ്പേ ചെന്നു മുനീന്ദ്രൻ പരമപുമാനയും അവിടെ കണ്ടു. പരിമളമിളകിന മലയജ മുഴുകും പരിമളമിളകിന മലയജ മുഴുകും പകർന്ന മൊഴിയുടെ കുജമലയുകളാം പകർന്ന മൊഴിയുടെ കുജമലയുകളാം പരിചൊടു തിരുമാനിടമിടലെത്ത പരിചൊടു തിരുമാനിടമിടലെത്ത പരിചൊടു തിരുമാനിടമിടലെത്ത പരമസുഖേന ഉണർന്നിരുന്നു. കാണായൊന്നിതു മറ്റൊരു ഭവനെ തലമുടു മറ്റൊരു മറ്റൊരു കൃഷ്ണൻ നരമൊടു മറ്റൊരു കൃഷ്ണൻ തലമിഴിയെ നിജമടിയിരുത്തി തലമുടി ചിക്കിടത്തിയിടുന്നത് നല്ല തലമുടി ചിക്കിടത്തിയിടുന്നത് തലമുടി ചിക്കിടത്തിയിടുന്നത് സുലളിതം അവിടെ കാണാറുണ്ടോ തദ്ദിശി മറ്റൊരു കൃഷ്ണൻ തദ്ദിശി മറ്റൊരു കൃഷ്ണൻ തദ്ദിശി മറ്റൊരു കൃഷ്ണൻ മക്കളമുത്തിപ്പദവും സത്യം ചൊല്ലിപ്പൊരുളരുളീടിന സത്യം ചൊല്ലിപ്പൊരുളരുളീടിന നിത്യവിനോദവീരൻ കണ്ട മറ്റൊരു ഭവനെ മല്ലാത്ത
ഇരലും വെച്ചു നടന്നു നിനക്ക് 16,000 നിരക്ക് 16,000 ഇതൊക്കെ കണ്ടു സുവർണ്ണ ഗൃഹത്തിൽ നിരക്ക് 16,000 ഇതൊക്കെ കണ്ടു സുവർണ്ണ ഗൃഹത്തിൽ എല്ലാ ശയനഗൃഹങ്ങളിലും ഭഗവാൻ എല്ലാ ശയനഗൃഹങ്ങളിലും ഭഗവെല്ലാം ഗഗനം പവിഴിയുമായി എല്ലാ ശയനഗൃഹങ്ങളിലും പദമെല്ലാം ഗഗനം പവിഴിയുമായി സല്ലാപാതി സുഖേന ശരീരപദം എല്ലാ ബാധിസുഖേന സഹിപ്പത് എല്ലാ സാലിഹകണ്ടു മുനീന്ദ്രൻ സല്ലാപാതിസുഖേന സഹിപ്പതമുള്ള കാലിക കണ്ടു മുനികൾ കൃഷ്ണ ഹരേ മധുസൂദന മാധവ കൃഷ്ണ ഹരേ മധു സൂദന മാധവ കൃഷ്ണീകുലേ ചോദ വിശ്വംഭര കൃഷ്ണി കുലേ ചോദാ വിശ്വംഭര ജയ ഈശ്വര തപമറിഹാ വിസ്മയമേ ഈശ്വരാ തവമറിവാ മായകൾ ഒട്ടും മടിയാതെ ശനി ഭഗവാൻ ഒട്ടും മടിയാതെ ശനി ഭഗവാൻ വട്ടം കൂട്ടി വസിച്ചത് ചെയ്തു പിറവൊടു വരികടി ഗർഭതനൂജേ പിറവൊടു വരികടി ഗർഭതനൂജേ വരഗുണജാലി വാരണഗമനേ ഹരിവല്ലഭിമാ 16,000 ഹരിവല്ലഭിമാ 16,000 അരുണാധരിമാർ അതിസുന്ദരിമാർ അതിലധികം പുനരിട്ടുന്ന തമ്മികൾ അതിലധികം പുനരിട്ടുന്ന താങ്കികൾ അതിലും സുന്ദരി നീയും ഭാവയും അതിശയമാകിന ഹരികാമിനിമാർ അതിശയമാകിന ഹരികാമിനിമാർ അതിനൊരു സംശയമില്ല കൃഷിയിലെ അതിലും അന്ന നിനക്കു വിശേഷിച്ച അതിലും കണ്ട നിനക്കു വിശേഷിച്ചത് സൗഭാഗ്യം എന്ന പ്രസിദ്ധം എന്നിക പലരും പറയുന്നത് കേട്ട എന്നിക പലരും പറയുന്നത് കേട്ട തന്നെ നമുക്കും ബോധം സത്യമേവ ഹേരുക്കിണിയും സത്യദേവകേരുക്മിണിയും സത്യഭാമയും താം പ്രതിതുല്യം സത്യസന്ധനാം കൃഷ്ണനും നിങ്ങൾ സത്യസന്ധനാം കൃഷ്ണനും നിങ്ങളിൽ നിത്യരാഗമൊരു നിത്യവുമില്ല എങ്കിലും കിമപി സംശയമിപ്പോൾ എങ്കിലും കിമപി സംശയമിപ്പോൾ എങ്കിലുള്ളത് ഞാൻ നല്ലതില്ല
സത്യമാമതാനൊന്നു മുതിർന്നു സത്യമാമതാനൊന്നു മുതിർന്നു സത്യശുദ്ധിയാം നീ അറിയുന്നു ഗൂഢതന്ത്രമോഹിമറിയവർക്കൊരു ഗൂഢമന്ത്രമോഹിമറിയവർക്കൊരു ഗൂഢതന്ത്രമോ കൊണ്ടിരുനൂനം ഗൗഡനാകിയ ഹരിക്കവതങ്ങൾ ഗൗഡനാകിയ ഹരിക്കവതങ്ങൾ ഗാഠരാഗമുളവായിതു കാലം പാരിനീശനമകേന്ദ്രബലത്തെ പാരിനീശനമകേന്ദ്രബലത്തെ പോരിൽ അൻപുടു ജയിച്ചു മുകുന്ദം പാരിജാതമഭിഗന്ധരിച്ചു പാരിജാതമഭിഗ പോന്നു ആരുമാരുമറിയാതൊരു ദിക്കിൽ ആരുമാരുമറിയാത്തൊരു ദിക്കിൽ പേരുമാറ്റി വിധമൊന്നു പകർത്തി പത്ര നട്ടു വളമിട്ടു നനച്ചു പത്ര നട്ടു വളമിട്ടു നനച്ചു ചിത്രരത്ന ചില കൊണ്ടു പടുത്തു നാഗതനവും മണവും പത്മനാഗതനവും മണവും പ്രഭുപത്മനാഭനും കാമിനിയാകും സത്യഭാമയുടെ മന്ദിരമിപ്പോൾ സത്യഭാമയുടെ മന്ദിരമിപ്പോൾ സത്യലോക സമാനം ഇത്തരമൊരു തരവൃക്ഷത്തെ ഇത്തരമൊരു തരവൃക്ഷത്തെ സത്തുരമിക കൊണ്ടും ഇപ്പോൾ ഈ 10 സഹസ്രവുമാണ് സഹസ്രവും 10 സഹസ്രവും ഉത്തമ കാമിനി മണികളിലർക്കും ഉത്തമ പുരുഷൻ ദാനം ചെയ്തില്ല ഉത്തമ പുരുഷൻ ദാനം ചെയ്തില്ല തുണി കൊള്ളാമായതു പോട്ടെ 8 വധുക്കളിലേറ്റം മുരഹരം 8 വധുക്കളിലേറ്റം മുരഹരനിഷ്ഠനായൊരു രുക്മിണിയുടെ വീട്ടിലെ മുറ്റത്തമരദ്രുമത് വീട്ടിലെ മുറ്റത്തമരദ്രുമതു നട്ടുമനപ്പാടിനുടെ വല്ലവനൊട്ടും യാത്രൊട്ടും കഴിവില്ലാത്തതു കഷ്ടം കുതിരനേക്കാൾ അന്തർപാപം അവൾക്ക് കൊടുത്തത് കണ്ണതിനേക്കാൾ തോന്നിറക്കൽ വിളിക്കും നരവതുരുക്കം മനവധി അനുഭവിക്കും അച്യുതനേ അരവിന്ദാചാര്യ മക്കൾ വന്ന ചരണം ചരണം ശ്രീ ഗുരുവായൂരേശ ഹരേ മാ ഗുരുവായൂരേശ ഹരേ മാ ഹരിപാലയ മാ ഹരിപാലയ മാ
എളിയ ഒരു ഉപഹാരം നൽകുന്നതിനായി പൂരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ രജീന്ദ്രൻ തിരുവോം. നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്ര പരാശരം ച